സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ വെസ്പ SXL റേസിംഗ് എഡിഷൻ മോഡലിൻ്റെ ചിരിക്കല്ല റേസിംഗ് എഡിഷൻ മോഡലിൻ്റെ 3 കൊല്ലം ഞാൻ ഉപയോഗിച്ച അതിൻ്റെ ഒരു സിമ്പിൾ റിവ്യൂ ആണ് അപ്പോൾ നമ്മളെ കസ്റ്റമറിനുള്ള മെയിൻ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു സിംഗിൾ ബോഡി പീസ് വണ്ടിയാണ്. എല്ലാം മോസ്റ്റ്ലി മെറ്റലാണ്, ഫൈബർ സംഭവം കുറവാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിൻറ്റേജ് മോഡൽ വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതിൻ്റെ കളറെല്ലാം കണ്ടു പേരെല്ലാം അത്യാവശ്യം നല്ല ഡ്യൂറബിളായിട്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു 40 to 45 മൈലേജ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എങ്ങനെയായാലും എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 40 മിനിമം കിട്ടാറുണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓവർ അല്ലെങ്കിലും ഒരു ഹാഫ് ഹെൽമെറ്റിനും വെക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫീച്ചറാണെങ്കിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസും കാര്യമെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് എത്തും. അത് ഇരുട്ടത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയൊരു സംഭവമാണ്. പിന്നെ ഇതിനെ കൊണ്ട് പറയാനുള്ളത് ഇവിടെ ഒരു കൊളുത്തുണ്ട്. നമുക്ക് എന്തെങ്കിലും സഞ്ചിയോ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ട് കൂടാം. പിന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത് മെയിൻ അട്രാക്ഷൻ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് വരികയാണെങ്കിൽ ഒരു വിൻറ്റേജ് മോഡൽ കാണാൻ അത്യാവശ്യം ലുക്കുള്ള വണ്ടി നമുക്ക് ബേസ് ചെയ്തെടുക്കാം. മൈലേജ് എല്ലാം അത്യാവശ്യം മിനിമം 40 മൈലേജ് പ്രതീക്ഷിച്ചെടുത്താൽ മതി. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റോഡിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾ എന്നൊരു സെറ്റപ്പിൽ നമുക്ക് ഈ സ്കൂട്ടർ ഉദ്ദേശിക്കാം. അത്യാവശ്യം കട്ടറൊന്നും ഇല്ലാത്ത റോഡിൽ പോയിട്ട് കാര്യമില്ലല്ലോ, എല്ലാ റോഡിലും കട്ടറില്ല. സോ അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തത് നിങ്ങൾ മൈൻഡിൽ വിചാരിക്കില്ല. ആക്ച്വലി ഇത് ഞാനിപ്പോൾ 3 കൊല്ലം യൂസ് ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസ് അത്യാവശ്യം നല്ല കൂടുതലാണ്. സർവീസ് ചെയ്യുമ്പോൾ ഓരോ സമയത്ത് അത്യാവശ്യം സ്പെയർ പാർട്സ് അത്യാവശ്യം നല്ല പൈസ വരുന്നുണ്ട്. ഓവറോൾ എനിക്ക് ഇത്രയൊക്കെ വരാനുള്ളൂ. കുഴപ്പമില്ല വണ്ടി. ബട്ട് ഡിപ്പെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്പെൻഡൻസ് പോലെ. എനിവേ ഗൈസ്, വണ്ടിനെ കുറിച്ച് പറയാൻ ഏകദേശം ഇത്രയേ ഉള്ളൂ. വേറെ എനിക്ക് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. നല്ല വണ്ടിയാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയെടുത്തിട്ടാണ് ഗൈസ്. നമ്മൾ എൻ്റെ വണ്ടീനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു കാര്യം പറയാൻ പറ്റും. ഏകദേശം 1.7 അല്ലെങ്കിൽ 1.70,000 രൂപ ഏകദേശം കൊടുത്ത് ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. അത് പറഞ്ഞായിരുന്നു. ഓവറോൾ എനിക്ക് ഈ വണ്ടീനെ കുറിച്ച് പറയുന്നത്, എനിക്ക് വണ്ടി അത്യാവശ്യം ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഈ സത്യം പറഞ്ഞാൽ ബൈക്കിനെ കുറിച്ച് സ്കൂട്ടറിനെ കുറിച്ച് ഒരു ABC അറിഞ്ഞൂടാ. ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് കണ്ടുപിടിച്ച കുറച്ച് വണ്ടീസിൽ ഒന്നെൻ്റെ സജഷനിലെ വണ്ടിയാണിത്. അത്യാവശ്യം എക്സ്പെൻസീവ്, മെയിൻറ്റെയിൻ ചെയ്യാൻ പണിയാണെങ്കിലും ആക്ച്വലി ഒരു ഓവറോൾ കാണാൻ നല്ല ലുക്കും അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയൊക്കെ എന്നെ കൊണ്ട് പറയാനുള്ളത്. സോ ഗൈസ്, ഇരുട്ടത്ത് ഏറ്റവും യൂസ്ഫുൾ ആയ സംഭവം മറ്റേ നമ്മൾ സീറ്റ് തുറക്കാൻ പറ്റില്ല, സ്റ്റോറേജ് സ്പേസ് ആക്സസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ USB പോർട്ടൊരു സാധനം ഉണ്ട്, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്ററാണ് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.